ഹായ് ഗായ്സ്, ഞങ്ങളിന്ന് കേരള ദോശ ഉണ്ടാക്കാൻ പോവാണേ. ഒരു 3-4 ക്യാരറ്റ് നമുക്ക് കുനുകുനാന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിനേക്കാളും ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ, കഴിക്കാനൊക്കെ നന്നായിരിക്കും. അപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരാൾ എനിക്ക്. അപ്പം എന്താ ക്യാരറ്റ് കഴിക്കുന്നുണ്ട്, സൈഡ് ഗ്യാപ്പിൽ ഞാനും അവനും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഗുഡ് ബോയ് ആയിട്ട് തന്നെ എനിക്കൊരു ക്യാരറ്റ് ഫുള്ളും അവൻ ഗ്രേറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ആളും കൂടി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെ അടുത്തടുത്ത് ഇരുത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒരാളെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ടാണ് നെക്സ്റ്റ് പണികൾ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് എരിവ് കുറവായി ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ ഞാനും കഴിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി അതുപോലെ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവണമെന്നോ അങ്ങനെയൊന്നും ഇല്ല, കാരണം ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ ആ ചൂടിൽ തന്നെ അതൊന്ന് ആയി കിട്ടും. വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിങ് കേട്ടോ. ഇനി നമുക്ക് ദോശ ഒഴിച്ചിട്ട് അതിലിത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ ദോശ ഒഴിക്കാം. ദോശമാവ് കുറച്ച് വെള്ളം കൂടിപ്പോയി, അതാണ് ഒഴിച്ചതും എന്തിയുടെ ഒരു ഭൂപടത്തിൻ്റെ ഷേപ്പ് പോലെ ആയത്. ഞാൻ കട്ടിയിൽ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നൈസായി ഒഴിക്കാൻ പറ്റുമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് സംഭവം ക്രിസ്പി ആയിപ്പോയില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാണെങ്കിലും വെച്ച് കൊടുക്കാം. എന്താ പറയുക, ഇതിന് സൈഡ് ചട്നി ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു സൈഡാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ദോശ. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ, ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഫില്ലായിട്ട് വെക്കണമെന്നില്ല, ചില കുട്ടികളത് എടുത്തു മാറ്റും. അപ്പം നമുക്ക് മാവിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഫുള്ളായിട്ട് കഴിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.